സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മാത്സ് കഫേ കേരള യൂണിവേഴ്സിറ്റി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ 3 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എക്സാമിൽ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയില്ല, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തവർക്കും യൂസ്ഫുൾ ആവും. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് റിവിഷൻ യൂസ്ഫുൾ ആവും. അതുപോലെ കംപ്ലീറ്റ് ചെയ്യാതെ റീൽസൊക്കെ കണ്ടു കിടന്നു എക്സാം ടൈമിൽ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോയവർക്കായിരിക്കും മെയിൻലി യൂസ്ഫുൾ ആവുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കണം. മെയിൻലി നമുക്ക് എന്താണ് മൊഡ്യൂളിൻ്റെ പേരെന്താണ്? വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു വെക്റ്റർ ഫംഗ്ഷൻസ്, പിന്നെ വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ്, കാൽക്കുലസ് ഓഫ്. ഇതാണെങ്കിൽ ഒരു 7 ചാപ്റ്ററേ ഉള്ളു. നിങ്ങൾ മെനക്കെട്ടിരുന്ന 1.5 ദിവസം കൊണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാം, അത്രയൊക്കെ ഉള്ളു. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്. ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ്, ആർക്ക് ലെങ്ത്. യൂണിറ്റ് ടാൻജന്റ്, നോർമൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 3, 4, 5, 6 ഇതിൽ നിന്നായിരിക്കും എന്താണ് എസ് എ എന്ന് പറയുന്നത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതാണ്. കാരണം 15 മാർക്കിൻ്റെ ഒരു എസ് എ വരാം, അല്ലെങ്കിൽ 2 എസ് എ വരാം. മാക്സിമം ഈ മൊഡ്യൂളിൽ നിന്ന് ഒരു എസ് എ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. മൊഡ്യൂൾ 3 നിന്നായിരിക്കും 2 എസ് എ വരുന്നത്. ചിലപ്പോൾ മൊഡ്യൂൾ 1 നിന്നായിരിക്കും 2 എസ് എ വരുന്നത്. അപ്പം 2, 3, 4, 5, 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കർവേച്ചറിൽ നിന്നൊക്കെ എല്ലാ പ്രശ്നം ക്വസ്റ്റ്യൻസ് വരും. 4 ആണ് ഏറ്റവും തോന്നി ഇമ്പോർട്ടൻ്റ്. 4, 6, 5, 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനിത് കുറേ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഇമ്പോർട്ടൻറ്റ്. അപ്പം മെയിനായിട്ട് ഇത് 1.5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു മൊഡ്യൂളാണ്. ഫോക്കസ് ചെയ്തിരുന്നാൽ മതി. ഇനി നിങ്ങൾ ഇത്രയും നാളും പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല, നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതുവരെ നോട്ട്സ് ഒന്നും കാണാത്ത പുള്ളികൾ കാണുമല്ലോ നമ്മുടെ ഇടയിൽ. അവർക്ക് വേണ്ടി നമ്മൾ S3 പെയ്ഡ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ ടോപ്പേഴ്സ് നോട്ട്സ് ആണ്. നിങ്ങൾ ഈ നോട്ട്സ് ഇല്ലെങ്കിൽ നമ്മുടെ നോട്ട്സ് വാങ്ങി നിങ്ങൾക്ക് പഠിക്കാം. മാത്തമാറ്റിക്സ് ഉണ്ട്, അതിന് 200 റുപ്പീസ് ആണ്. സ്റ്റാറ്റ് ഉണ്ട്, അതിന് 200 റുപ്പീസ് ആണ്. അതുപോലെ ഫിസിക്സും ഉണ്ട്, അതിനും 200 റുപ്പീസ് ആണ്. ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും? ഇപ്പം സപ്ലിമെൻ്ററി സ്റ്റുഡൻസിന് നമുക്ക് സപ്ലിമെൻ്ററി ബാച്ച് ഉണ്ട്, അതുപോലെ റെഗുലർ സ്റ്റുഡൻസിന് റെഗുലർ ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ മൂന്നും കൂടെ കോംബോ ഓഫർ 500 റുപ്പീസ് ആണ്. ഓക്കെ, ആ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9645460484. കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്പർ ഒന്നുകൂടെയും കമൻറ്റ് ബോക്സിൽ കാണും. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കേരള യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് നോട്ട്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. 100% സിലബസ് കവേർഡ് ആയിരിക്കും. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണും. അതെല്ലാം നമ്മൾ ഈ സിമ്പിളിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കും. അതായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത്. PYQ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഫ്രീ മെൻറ്ററിങ് സെക്ഷൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേ കണക്ക് BSc മാത്സ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നോട്ട്സ് വേണ്ടവർ ഇപ്പം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. മുമ്പേ പറഞ്ഞ കണക്ക് ഞാൻ നമ്പർ പറഞ്ഞിട്ടുണ്ട്. 9645460484 എന്നാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. ഓക്കെ, സെറ്റല്ലേ? നമുക്ക് ഫസ്റ്റ് പോവാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കുക. എക്സാമ്പിൾ 1 ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അതുപോലെ എക്സാമ്പിൾ 2 ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഒരു മിസ്റ്റേക്കിൽ വന്നതാണ്, ഇത് അറിയാതെ കയറി ഇവിടെ അറ്റാച്ച്ഡ് ആയി പോയതാണ്. ഇതും നിങ്ങൾ എന്താണ് ടാൻജന്റ് വെക്റ്റർ എന്ന് നോക്കുക. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം PYQ എടുത്ത ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്താണ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ, എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്തായാലും നിങ്ങൾ എന്താണ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ എന്ന് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നോക്കണം. സിമ്പിളാണ്, വളരെ ഇതാണ്. പിന്നെ ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ നോക്കണം. ഇതും ഒന്ന് ജസ്റ്റ് നോക്കുക.
നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാത്തതെന്ന് വെച്ചാൽ ടൈം കുറേ പോവും. വീഡിയോയുടെ ലെങ്ത് 20 മിനിറ്റ് 25 മിനിറ്റ് ആവും. അത് നിങ്ങൾക്കും പാടായിരിക്കും. അതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കുന്നത്. ഇതും ഒന്ന് ജസ്റ്റ് നോക്കുക. ഇതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. ഈ തിയറം ഒന്ന് ജസ്റ്റ് നോക്കണം, വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് എക്സാമ്പിൾസ് എല്ലാം ഫോക്കസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടാർഗറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തിയറിയും പ്രൂഫും പഠിക്കാവൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ PYQ എടുത്താൽ ഇത് 4 മാർക്ക് സെക്ഷനിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 15 മാർക്ക് സെക്ഷനിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബാക്കി ക്വസ്റ്റ്യൻ എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ എഴുതി പഠിച്ച് സെറ്റാക്കിയിട്ട് മാത്രമേ എക്സാം ഹാളിൽ പോകാവൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ നിൽക്കില്ല, എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സമയമുണ്ട്. എക്സാം ആണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സാധാരണ വരാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ വരാം. അത് കാരണം പറയുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിയിട്ട് തന്നെ പോവുക. പിന്നെ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേയിൽ പാർട്ടായിട്ട് ചോദിക്കും. എന്താണ് ഇതാണ്ട് ഈ ഇത് പ്രത്യേകം നോക്കി. r(t)(r'(t)0). ഇത് വൃത്തിയായിട്ട് എഴുതാൻ പറയണം. ഇത് വൃത്തിയായിട്ട് എഴുതി ബോധിപ്പിച്ചാലേ അവർ മാർക്ക് വരുത്തുള്ളൂ, തിയറൊക്കെ ആണെങ്കിൽ. പിന്നെ ഇത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നോക്കുക. അതേപോലെ ഇതും നോക്കുക. ഇതൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇതും നോക്കുക. ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ചേഞ്ച് ഓഫ് പാരാമീറ്റർ ആർക്ക് ലെങ്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും നോക്കുക. ഈക്വേഷൻ നോക്കുക. ഈ ഈക്വേഷനൊക്കെ 1 മാർക്കിന് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. പിന്നെ ഈ ഈക്വേഷൻ ഒന്ന് വായിച്ച് ചോദിച്ചേക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ഒക്കെ എടുത്ത കാണും. അതുപോലെ ആർക്ക് ലെങ്ത് ആസ് എ പാരാമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ 15 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്. ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ചെയ്യാൻ പറ്റൂ. അത് എക്സാമ്പിൾ 3 നോക്കുക, എക്സാമ്പിൾ 4 നോക്കുക. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എക്സാമ്പിൾ 6 നോക്കുക. ഇതൊക്കെ ഇതേ കണക്ക് തന്നെ ചോദിക്കുക. നിങ്ങൾ PYQ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ PYQ എടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനൊക്കെ അതേ കണക്ക് കാണും. അതാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സാമിന്. ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യനും നോക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിങ്ങനെ നോക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിട്ടേ പോവാവൂ. ആർക്ക് ലെങ്തിലെ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ യൂണിറ്റ്, ബൈനോമിയൽ, നോർമൽ ആൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. ഈ ടോപ്പിക്കിലെ എല്ലാ ക്വസ്റ്റ്യനും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം മാത്രമേ ഞാൻ 4 മാർക്ക് പറയത്തുള്ളൂ. കാരണം ഈ മൊഡ്യൂളിൽ 15 മാർക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സെക്ഷൻ ഇതാണ്. നിങ്ങൾ PYQ എടുത്ത് നോക്കുക, ഇതായിരിക്കും ആദ്യം ഫസ്റ്റ് ചോദ്യം. ഇത് PYQയിൽ കാണും. ഈ ചോദ്യം നിങ്ങൾ നോക്കുമോ, PYQയിൽ എന്തായാലും കാണും. ഇത് നോക്കുക, PYQയിൽ എന്തായാലും കാണും. അതാണ്ട് ഇതും PYQയിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. കർവേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് അടുത്ത ചാപ്റ്ററാണ്. ഇത് PYQയിലുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ എന്തായാലും കണ്ടിരിക്കും. അതാണെങ്കിൽ എക്സാമ്പിൾ 2 നോക്കുക, എക്സാമ്പിൾ 4 നോക്കുക. ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ നോട്ട് വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് നോട്ടില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9645460484 എന്ന നമ്മുടെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കണ്ട, ഇത് 50 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ VYക്ക് എടുത്ത് നോക്ക്, ഒരു വലിയ ക്വസ്റ്റ്യൻ കാണും, അത് ഈ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ ക്വസ്റ്റ്യനും നോക്കുക, ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സാമ്പിൾ 2 നാളെ ഈ ക്വസ്റ്റ്യനും ഒന്ന് നോക്കി വെച്ചേക്കുക, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ചോദിച്ച് കണ്ടിട്ടുണ്ട്. PYQയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. മെയിൻലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് ചോദിക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കുക. 50 മാർക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെയും മുൻ വർഷങ്ങളിലെ ഒരു ചോദ്യമാണ്. ഓക്കെ, കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഇത് ഈ ലോ ഇത്രയും പഠിച്ചു വെക്കുക, ഒന്ന് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് പഠിക്കുക. 4 മാർക്കിൻ്റെ ഇതാണ്, അത് നിങ്ങൾ നോക്കുക. ഈ മൊഡ്യൂള് ഈ PDF ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. എവിടെ അപ്ലോഡ് ചെയ്യും? ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കാണും. അപ്പോൾ എല്ലാവരും ഈ PDF വെച്ച് ഒന്ന് നോക്കുക. നിങ്ങളുടെ ഈ നോട്ട് വേണം. ഈ PDF എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ അതേ കണക്കിരുന്ന് എഴുതുമല്ല, നമ്മൾ പ്രോബ്ലം പേപ്പർ ആകുമ്പം അതിനുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വെച്ച് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാണാതെ പഠിച്ച് എഴുതാതിരിക്കുക, നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ അത് ടെൻഷൻ അടിക്കേണ്ട. ഈ മൊഡ്യൂളിന് മാക്സിമം 1.5 ഒരു ദിവസം മതി, 1 to 1.5 ദിവസം. അത് നിങ്ങളുടെ ഓരോരുത്തരെയും വ്യത്യാസമാണ്, എത്ര നേരം ഇരുന്ന് പഠിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, അതുപോലെ ഇതും ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നോട്ട് വാങ്ങാം. നമ്പർ ഒന്നുകൂടി എഴുതാം, 45460484 ആണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡേഴ്സ് നോട്ടാണ്. അത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ വേറെ കാര്യമൊന്നുമില്ല. കേരള യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിൻ്റെ നോട്ട്സ് ആണ്. ഓക്കെ, താങ്ക് യു.